السلام عليكم. وعليكم السلام. بسم الله، الحمد لله، اللهم صل على محمد وعلى آل محمد. أشهد أن لا إله إلا الله وأشهد أن محمد رسول الله. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أيها الناس، أوصيكم إياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. ومن أراد الآخرة وسعى لها سعيها وهو مؤمن. സ്നേഹാദരണ്യരായ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സദസ്സിലുള്ളവരും ഇല്ലാത്തവരുമായ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മയൊക്കെ സൃഷ്ടിച്ച് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഏകനും ആരാധനയ്ക്ക് അർഹനും സർവനാമ ഗുണവിശേഷണങ്ങളുടെ ഉടമസ്ഥനുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നാനാഭാഗങ്ങളിലും സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ആദ്യമായി ബലവത്തായി ഉപദേശിക്കുന്നു. ഞാൻ സൂക്ഷിച്ച് ജീവിച്ച് മരിച്ച് വിചാരം കൂടാതെ തന്നെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹമാറാട്ടെ. ആമീൻ. അതിനായി നാം ഒന്നാമതായി ചെയ്യേണ്ടത് വിശുദ്ധ ഖുർആൻ അർത്ഥത്തോടുകൂടി വായിച്ചു പഠിക്കുക. അതിന് തഫ്സീറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും പഠിച്ചറിയുക. അല്ലാത്തൊരു മാർഗവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇനി ഊതിയത്തുൽ ഖുർആന വമിസ്ലുഹുമാഅഹു, എനിക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു, അത്ര തന്നെ വേറെയും അവതരിപ്പിച്ചു. അത് വിശുദ്ധ ഖുർആൻ തഫ്സീറാണ്. അതല്ലാതെ മറ്റു തഫ്സീർ ഖുർആനില്ല. ആ പണ്ഡിതൻ അങ്ങനെ പറഞ്ഞു, ഈ തഫ്സീർ ഇങ്ങനെ എഴുതി, ആ മഹാൻ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ തഫ്സീർ കാണാം. 100 അതിൽ കൂടുതലോ പ്രബലമായ തഫ്സീറുകൾ ഇവിടെ നിലവിലുണ്ട്. പക്ഷേ അള്ളാഹും അള്ളാഹു റസൂലും പറഞ്ഞ് തെളിവ് ഉദ്ധരിച്ചുകൊണ്ട് ആരെഴുതിയോ അതാണ് നാം സ്വീകരിക്കേണ്ടത്. അല്ലാത്തൊരു ഇൽമില്ല. അള്ളാഹ് പഠിപ്പിച്ച ഇൽമ് വിശ്വാസ മുഖേന അല്ലാത്തൊരു ഇൽമ് നമുക്ക് ദീനിൻ്റെ വിഷയത്തിൽ സ്വീകരിച്ചുകൂടാ. കാരണം അധികം ആളുകളും വഴിതെറ്റിപ്പോകുന്ന കക്ഷികളായി തീരുന്നത് തഫ്സീറിന് പിന്നാലെ കൂടിയത് കൊണ്ടാണ്. അങ്ങനെയാണ് വഴിതെറ്റി പോകുന്നത്. അതുകൊണ്ട് തന്നെ നാം സൂക്ഷിക്കേണ്ടത് ഒരേ മാർഗം, ഒരേ നടപടിക്രമം, അതാണ് ഒരേ മാർഗം, ഒരേ നടപടിക്രമം. അതായത് മാർഗം ഒന്നായിരിക്കണം, അതിലേക്കുള്ള നടപടിക്രമവും ഒന്നായിരിക്കണം. അത് പഠിപ്പിച്ചു തരാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു പ്രവാചകനായി നിയോഗിച്ചത്. മനസ്സിലാക്കണം, 13 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു 5 വഖ്ത് നമസ്കാരം പോലും നിർബന്ധമാക്കാതെ, മറ്റൊരു ഫർളുകൾ നിർബന്ധമാക്കാതെ വിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിക്കുകയായിരുന്നു മക്ക ജീവിതത്തിൽ. ഏകദേശം ഖുർആൻ്റെ ഭൂരിഭാഗം വേണമെങ്കിൽ പറയാം, 84-83 സൂറത്തുകൾ മക്കയിൽ വെച്ചിട്ട് അവതരിപ്പിച്ചിട്ടുള്ളതാണ്. പിന്നീടാണ് 13-ാമത്തെ വർഷമാണ് ഹിജറ ഉണ്ടാകുന്നത്. അതിന് തൊട്ട് മുമ്പാണ് ഇസ്രാ മിറാജ് ഉണ്ടാകുന്നത്.
ഇസ്രാ മിറാജിലൂടെയാണ് 5 വഖ്ത് നമസ്കാരം നമുക്ക് ഫർളാകുന്നത്. അതുവരെ ഖുർആൻ വായിച്ച് പഠിക്കുക. അതിൻ്റെ അവർ അറബികളാണല്ലോ, അവർക്ക് അർത്ഥം പഠിക്കേണ്ട ആവശ്യമില്ല. അതിന് തഫ്സീർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കും. ഇതായിരുന്നു മുഖ്യമായും അവർ സ്വീകരിച്ചിരുന്നത്. ഖുർആൻ ഓതി കൽപ്പിച്ചുകൊണ്ട് തഫ്സീർ പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സംസ്കരിച്ചെടുത്തു. ആ കാര്യം നാം ഓർക്കണം. ഖുർആൻ പഠിക്കറിയുക എന്നുള്ളത് നിർബന്ധമാണ്, ഫർളാണ്. വലബിൽ അൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമും മുസ്ലിമ. എല്ലാ ആണുപെണ്ണുങ്ങളുടെ മുൻപും ഇൽമ് പഠിക്കുക എന്ന ഖുർആനും ഹദീസുമാണ് ഇൽമ്. അതല്ലാതെ മറ്റൊരു ഇൽമില്ല. അള്ളാഹ് പഠിപ്പിച്ചു തന്നത് നിസ്വാസം മുഖേന, അല്ലാതെ മറ്റൊരു ഇൽമും ഇല്ല. അത് നിർബന്ധമാണ് എല്ലാ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും. അതിൻ്റെ പ്രാധാന്യങ്ങൾ മനസ്സിലാക്കാൻ ഖബറിലെത്തിയാൽ നമ്മൾ ചോദിക്കും, എന്താണ് ഇൽമ് എന്തായിരുന്നു? ഖബർ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽപ്പെട്ട ഒരു ചോദ്യമാണ്. എന്തായിരുന്നു ഇൽമ് ചോദിക്കുമ്പോൾ നമ്മൾ മറുപടി പറയണം, അറൗതു കിതാബല്ലാഹ് ആമൻതു ബിഹി വസദ്ദഖ്തു ബിഹി എന്ന്. അള്ളാഹുവിൻ്റെ കിതാബ്, ഗ്രന്ഥം, പരിശുദ്ധ ഖുർആൻ ഞാൻ വായിച്ചു പഠിച്ചു. ആമൻതു ബിഹി, ഞാൻ അത് വിശ്വസിച്ചു. വിശ്വസിക്കണമെങ്കിൽ അറബികൾക്ക് വായിച്ചു പഠിച്ചാൽ മതി. നമ്മളെ സംബന്ധിച്ചിടത്തോളം അർത്ഥം വായിച്ചു പഠിക്കേണ്ടതില്ലേ? വസദ്ദഖ്തു ബിഹി, ഞാൻ സത്യമാക്കി നമ്മൾ പറയണമെങ്കിൽ ആ വിശുദ്ധ ഖുർആൻ അനുസരിച്ച് എങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ജീവിച്ചു മാതൃക കാണിച്ചു തന്നു, നബി സാഹിബത്തും ഏകിച്ച മാർഗം അതാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി വിട്ടേച്ചു പോയിട്ടുള്ളത്. അതും സ്വീകരിക്കേണ്ടതുണ്ട്. പൂർവ്വ സമൂഹം 72 പിരിഞ്ഞു. എൻ്റെ സമൂഹം 73 പിരിയും. എല്ലാവരും നരകത്തിലേക്കാണ്, ഒരു കക്ഷികളൊഴികെ. അതാണ് ചോദിച്ചപ്പോൾ മാ അന അലൈഹി വസ്ഹബി, ഞാനും എൻ്റെ സഹാബത്തും ഏതൊരു മാർഗത്തിലാണോ ആ മാർഗം, അതാണ് നാം സ്വീകരിക്കേണ്ടത്. സഹാബി ചെയ്താൽ മുസ്ലിമിയുടെ അംഗീകാരം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും മഹാൻ ചെയ്തു മുസ്ലിമിയുടെ അംഗീകാരം ഇല്ലെങ്കിൽ, ഏതൊരു ഇമാം ചെയ്തു മുസ്ലിമിയുടെ അംഗീകാരം ഇല്ലെങ്കിൽ അതും സ്വീകരിച്ചുകൂടാ. അതാണ് മഹാന്മാരൊക്കെ തന്നെ പറഞ്ഞത്, ഇതാ സഹൽ ഹദീസ് മദ്ഹബി, ഹദീസ് സഹിയാണെങ്കിൽ അതായിരിക്കും എൻ്റെ മദ്ഹബ്. അപ്പോൾ സാഹിബിമാരുടെ മദ്ഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിബിമാരും ഏതൊരു മാർഗത്തിലും ആ മാർഗം, അതാണ് നാം സ്വീകരിക്കേണ്ടത്. അത് വിട്ടുകൊണ്ട് ഏതെങ്കിലും പണ്ഡിതന്മാർ പിന്നാലെ പോയാൽ, ഏതെങ്കിലും കക്ഷികൾ പിന്നാലെ പോയാൽ നാം വഴിച്ചു പോകും. എല്ലാവരും നരകത്തിലാണ്, ഒരു കക്ഷി ഒഴികെ എന്ന് പറഞ്ഞ ആ കക്ഷിയിൽ നമ്മൾ ഉൾപ്പെടണം. അത് ആവർത്തിച്ച് നാം പഠിച്ചറിയണം, മറ്റുള്ള പഠിപ്പിച്ചു കൊടുക്കണം. ഹദീസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം وتفترق أمتي على 73 ملة كلهم في النار إلا ملة واحدة. അതേതാണ് മാ അന അലൈഹി വഅസ്ഹാബി. വ്യക്തമായ ഇറാബോടുകൂടി പോസ്റ്റ് ചെയ്യുന്നത്, ഞാൻ എൻ്റെ സഹാബത്തും ഏതൊരു മാർഗത്തിലും ആ മാർഗം. അതാ പഠിച്ചറിയുക. ഹദീസ് പഠിക്കുക, ആ മാർഗം ഏതാണെന്ന് ഹദീസിലൂടെ പഠിക്കുക, വിശുദ്ധ ഖുർആൻ പഠിക്കുക. അപ്പം നിർബന്ധമാണ് മനസ്സിലാക്കുക. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന അല്ലമഹു, നിങ്ങൾ ഉത്തമൻ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാകുന്നു. അതിങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചു, അപ്രകാരം സാഹിബിയന്മാർക്ക് ഓതി കളിപ്പിച്ചു. അങ്ങനെ സാഹിബിയന്മാരിലൂടെ ജീവിത അടിസ്ഥാനത്തിൽ ആയിരിക്കണം നാം പാരായണം ചെയ്യേണ്ടത്. പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടത് ഫാത്തിഹ പാരായണം ചെയ്യുമ്പോഴാണ്. മുഴുവൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫാത്തിഹ നമസ്കാരത്തിൽ ഫറളാണല്ലോ. ഫാത്തിഹ ഓതാത്ത നമസ്കാരമില്ല എന്ന് വിശ്വാസം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫാത്തിഹ ഓതുമ്പോഴേ അതിൻ്റെ ഹർക്കത്തുകൾ, അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മഹ്റജുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സിഫത്തുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഷദ്ദ് മദ്ദുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വഖഫുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇബ്തിദാഉകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്.
സാവകാശത്തിൽ നിർത്തി ആണ് പാരായണം ചെയ്യേണ്ടത്. കാരണം വിശ്വാസം പറയുകയുണ്ടായി, നീട്ടിമണിച്ച് ഓത്താവാത്തവൻ നമ്മളിൽപ്പെട്ടവനല്ല. അതിന് ഗൗരവം മനസ്സിലാക്കുക. അപ്പോൾ ഫാത്തിഹ ഓതിയില്ലെങ്കിൽ നിസ്കാരം പൂർത്തിയാവില്ല. നമസ്കാരം സംബന്ധിച്ച് നോക്കുമ്പോൾ ഫാത്തിഹയും തഹിയ്യാത്തുമാണ് നമുക്ക് നിർബന്ധമായിട്ടുള്ളത്. മറ്റുള്ളതൊക്കെ ചൊല്ലിപ്പറയുന്നത് ആവശ്യം തന്നെയാണ്, പക്ഷേ അതൊക്കെ സുന്നത്തുകളാണ്. ഫർളായിട്ടുള്ള ഫാത്തിഹയും തഹിയ്യാത്തും മാത്രമാണ്. അപ്പം അതെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? അർത്ഥത്തോടുകൂടി അതിൻ്റെ ഹർക്കത്തുകൾ നോക്കി മനസ്സിലാക്കി പഠിച്ചിരിക്കേണ്ടതുണ്ട്. തുടർന്ന് ആദ്യമായി പഠിക്കേണ്ടതാണ്. അതോട് കൊച്ചു കൊച്ചു സൂറത്തുകളും അനുബന്ധമായി നാം പഠിക്കേണ്ടതുണ്ട്. നമുക്ക് സ്വീകരമായി രാത്രി നമസ്കരിക്കാൻ സാധിക്കുകയില്ല എങ്കിൽ നമ്മൾ ചെറിയ ചെറിയ സൂറത്തുകൾ നമ്മളെന്ത് ചെയ്താൽ മതി? ആവർത്തിച്ച് പാരായണം ചെയ്താൽ മതി. രാത്രിയുടെ ഏകദേശം 3/2 നമസ്കരിച്ചിരുന്നു എന്നാണല്ലോ. അത് 3-4 മണിക്കൂറൊക്കെ നിന്ന് നമസ്കരിക്കാൻ നമ്മൾക്കൊണ്ടെങ്ങനെ സാധിക്കുക? അത് ആവർത്തിച്ച് പാരായണം ചെയ്താൽ മതി. നിമിഷവായിച്ചുമ്പോൾ അതും നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അവർക്ക് മാറിയിലുണ്ട്. പഠിക്കുന്നതിനനുസരിച്ച് പഠിക്കാം, കൂടുതൽ പഠിക്കാം. ചെയ്യട്ടെ. അപ്പോൾ ഖുർആൻ്റെ പഠനം, അർത്ഥത്തോടുള്ള പഠനം, അതുകൊണ്ട് എങ്ങനെ അമൽ ചെയ്യേണ്ടത് എന്ന പഠനം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതിൻ്റെ പോരായ്കയാണ് നമ്മുടെ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളിലും അതേപോലെ തന്നെ പണ്ഡിതന്മാരിൽ പോലും അതിൻ്റെ പോരായ്ക. ശിർക്കും ബിദ്അത്തുകളും ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. അവരിലൊക്കെ തന്നെ അതേപോലെ തന്നെ രാജ്യത്ത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മളെ മുസ്ലിമീങ്ങളായ കുട്ടികൾ ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ പിന്നാലെ കൂടിയിരിക്കുകയാണ്. ദീനി വിദ്യാഭ്യാസത്തിന് യാതൊരു പ്രാധാന്യം നൽകുന്നില്ല. അത്യാവശ്യം ഓതാനോ വായിക്കാനോ മദ്രസയിൽ നിന്നോ അല്ലെങ്കിൽ അതേപോലെ തന്നെ സ്കൂളും മദ്രസയും ഒരുമിച്ചുള്ള സ്കൂളുകളിൽ നിന്നോ പഠനം പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് ഹയർ സ്റ്റഡിക്ക് പോകുന്ന കുട്ടികൾക്കൊന്നും തന്നെ അധികം കുട്ടികൾക്കും ദീനി വിദ്യാഭ്യാസം വിട്ടുപോകുന്നുണ്ട്. അതിൻ്റെ പോരായ്മയാണ് നമ്മുടെ നാട്ടിലുള്ള അക്രമവും അതേപോലെയുള്ള അതിക്രമങ്ങളും അനാചാരങ്ങളും ഒക്കെ നടമാടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൽമിൻ്റെ പോരായ്ക. ഇൽമ് പഠിച്ചറിഞ്ഞുകൊണ്ട് ചില പണ്ഡിത പുരോഹിതന്മാർ ദീനില്ലാത്ത കാര്യങ്ങളെ, അനാചാരങ്ങളെ ഇവിടെ സ്ഥാപിക്കുന്നുമുണ്ട്. അവർ കച്ചവടമാക്കുന്നവരുണ്ട്. മൗലൂദ്, റാത്തീബ്, ഹദ്ദാദ്, കുത്തിവെയ്ത്തുകളൊക്കെ തന്നെ അക്കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ എവിടെയാണ് അപകടം? നാം ഖുർആനും ഹദീസും പഠിക്കാത്തതാണ് അപകടം. അവർ പറഞ്ഞിടത്തേക്ക് നമ്മളെ കിട്ടുന്നു. അതുകൊണ്ട് തന്നെ ഖുർആനും ഹദീസും നാം പഠിച്ചറിഞ്ഞാൽ, ലിമ്മി സാബിത്ത് ചോദിച്ച മാർഗം കൂടി പഠിച്ചറിഞ്ഞാൽ നമുക്ക് ഇഹലോകത്തെ വെച്ച് അത് എപ്രകാരത്തിലാണോ ലിമ്മി സാബിത്തും അത് ജീവിതത്തിൽ പാർട്ടിമാക്കിയത്, അപ്രകാരം നമ്മളും ജീവിതത്തിൽ പാർട്ടിമാക്കി വേണ്ടി പഠിപ്പിച്ചു കൊടുത്ത് ജീവിക്കുന്ന മാതൃകളാകുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം. അതിന് പോരായ്കയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രബോധകന്മാരിൽ പോലും അപകടകരമായ കാഴ്ചകൾ, അപകടകരമായ പ്രസ്താവനകൾ, സ്വഹീഹല്ലാത്ത ഹദീസുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അവരുടെ വേഷവിധാനങ്ങളൊക്കെ തന്നെ പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദീനുമായി യാതൊരു ബന്ധമില്ലാത്ത ഒരു കാഴ്ചപ്പാട് അഴിച്ചുവിട്ട പോലെ തോന്നുകയാണ്. ഇങ്ങനെ നായിക്കൂടാ. നേതൃത്വത്തോട് നമുക്ക് പറയേണ്ടതുണ്ട്. അതായത് മുജാഹിദീങ്ങളുടെ നേതൃത്വം കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിലാണ് മറ്റുള്ള KNM മറ്റുള്ള എല്ലാ സംഘടനക്കാരും. അപ്പോൾ അതിന് ആ ജംഇയ്യത്തുൽ ഉലമ പണ്ഡിത സംഘടന ഇത് എന്നുണ്ടായതാണെന്നും കൂടി ഓർക്കുക. 100 വർഷങ്ങൾക്ക് മുമ്പ് 1924 രജിസ്റ്റർ ചെയ്താണ് കേരള ജംഇയ്യത്തുൽ ഉലമ. ആദ്യമായിട്ട് കേരളത്തിൽ
ദീനി സംഘടനയായി രജിസ്റ്റർ ചെയ്തതാണ്. അന്നുകൂടി മുജാഹിദ് എന്നോ അല്ലെങ്കിൽ സുന്നി എന്നോ തിബ്ലീഗ് എന്നോ ജമാഅത്ത് ഇസ്ലാമി എന്നോ വിസ്ഡംകാർ എന്നോ ഇങ്ങനെയൊന്നും ഒരു സംഘടനക്കാരും ഇല്ല. എത്രയോ സംഘടനകൾ പിന്നീട് ഉണ്ടായി, അവരൊന്നും അന്നില്ല. അന്ന് കുറേ പണ്ഡിതന്മാരുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് കൂടിക്കൊണ്ട് ജനങ്ങൾക്ക് ഇൽമ് പഠിപ്പിക്കുവാനുള്ള ഒരു സംഘടന രൂപീകരിക്കുകയുണ്ടായി, പണ്ഡിത സംഘടന. അതിൻ്റെ പേരാണ് കേരള ജമിഅത്തുൽ ഉലമ. അങ്ങനെ പ്രമേയമായി മാ ആന ആലൈഹി വസ്ഹബി, കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ, ഞാനും വിശ്വാസം പറഞ്ഞ ആ ഹദീസ് സ്വീകരിച്ചു. അതായത് പൂർവ്വ സമൂഹം 73 പിരിഞ്ഞു, എൻ്റെ സമൂഹം 73 പിരിയും. അതിൽ നിന്ന് 72 സമൂഹം നരകത്തിലാണ്, ഒരു സമൂഹം ഒഴികെ. ആ സമൂഹം ഏതാണെന്ന് ചോദിച്ചപ്പോൾ മാ ആന അലൈഹി വസ്ഹബി, ഞാനും എൻ്റെ സഹാബത്ത് ഏതൊരു മാർഗത്തിലാണോ ആ മാർഗം. അപ്പം നാം മനസ്സിലാക്കേണ്ടത് 73 സംഘവും നമസ്കരിക്കുന്നവരും നോമ്പൂക്കുന്നവരും മുസ്ലിങ്ങളെ കാഴ്ചപ്പാടിലും മുസ്ലിങ്ങളാണ്. പക്ഷെ എല്ലാവരും ഇതിന് 72 സംഘം നരകത്തിലാണ് എന്ന് പറയുമ്പോൾ ഗൗരവം മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നവരല്ല മുസ്ലിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട്. ആ സർട്ടിഫിക്കറ്റ് പ്രകാരം ജീവിക്കുന്നവരാണ്. അത് നബി സാഹിബ് ഉപയോഗിച്ച മാർഗം. ആ മാർഗമായിരിക്കണം നമ്മൾ ജീവിത പാർത്യമാക്കേണ്ടത്. അതിൽ നിന്നും മൗലൂദ് റാത്തീബ് ഹദ്ദാദ് കുത്തുവേദികൾ മറ്റുള്ള സഹാബത്തിന ജായിസാണ് എന്നും പറഞ്ഞുകൊണ്ട് 1926 ആദ്യമായി പുറത്തു വന്ന സംഘടനയാണ് സമസ്ത കേരള ജമിഅത്തുൽ ഉലമ. ഖുർആൻ ഹദീസോ അവർക്ക് യാതൊരു തെളിവുമില്ല. 31ഓളം അനാചാരങ്ങൾ എഴുതി ഉണ്ടാക്കി. അത് എന്താവുന്നു, കേരളത്തിലെ മുസ്ലിങ്ങൾ അനേകം വർഷമായി ചെയ്തു വരുന്നു, ഇപ്പോൾ ചെയ്തു വരുന്നതുമായ താഴെ പറഞ്ഞ കാര്യങ്ങൾ എന്താവുന്നു, അത് മതാനുഷ്ഠാനങ്ങളാകുന്നു. അത് ശിർക്ക ബിദ്അത്തോ പറഞ്ഞാൽ അത് ഇമാമത്തിന് പറ്റൂല, പാകിസ്ഥാന് പറ്റൂല എന്ന് അവരുടെ 6ാം സമ്മേളനത്തിലും 50ാം സമ്മേളനത്തിലും 70ാം സമ്മേളനത്തിലും ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയുണ്ടായി. ആർക്കെങ്കിലും സംശയമുണ്ട് എങ്കിൽ പത്ര പ്രസിദ്ധീകരണവും അവരുടെ സോവനിയർ പേജ് നമ്പറും അയച്ചു തരാം, പരിശോധിച്ച് നോക്കുക. ഇപ്പോഴും അവർ ആ പ്രമേയത്തിന് മീതിയാണ്. അങ്ങനെ തുടർന്ന് ധാരാളം കക്ഷികൾ ഈ ജമിഅത്തുൽ ഉലമയിൽ പിരിഞ്ഞു പോകുന്നു. ഇന്ന് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നു. നാം മനസ്സിലാക്കേണ്ടത് ജമിഅത്തുൽ ഉലമ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ജമിഅത്തുൽ ഉലമയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് KNM. അതേപോലുള്ള മറ്റുള്ള KNMൻ്റെ കീഴിലുള്ള മറ്റ് സംഘടനകളൊക്കെ തന്നെ. നാം മനസ്സിലാക്കേണ്ട പറഞ്ഞു വരുന്നത് കേരള ജമിഅത്തുൽ ഉലമയാണ് KNMനെയും കീഴ് സംഘടനകളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം കേരള ജമിഅത്തുൽ ഉലമയോടാണ് നമുക്ക് ചില കാര്യങ്ങൾ പറയാനുള്ളത്. എന്താണ് പറയാനുള്ളത്? വെള്ളിയാഴ്ച ദിവസങ്ങളിലും അതേപോലെ പ്രബോധനത്തിനായും കൊണ്ട് വരുന്ന മുജാഹിദ് പണ്ഡിതന്മാർ അവർ പറയുന്നത് എന്താണ് പറയേണ്ടത് എന്ന് വ്യക്തമായി അവർക്കൊരു മാർഗദർശനം നൽകണം. ലൈഫ് ഹദീസുകൾ പറയരുത്. അതേപോലെ തന്നെ അവരുടെ വേഷം, അവരുടെ വസ്ത്രധാരണ, അതേപോലെ തന്നെ അവരുടെ തലമുടികൾ, ഇതൊക്കെ തന്നെ ഇസ്ലാമികമായിരിക്കണം. കാരണം അവർ ജനങ്ങളോട് പ്രബോധനം ചെയ്യുന്നവരാണല്ലോ. തലമുടികളും അതേപോലെ തന്നെ വേഷങ്ങളും വസ്ത്രങ്ങളും ഒക്കെ തന്നെ ഇസ്ലാമികമായിരിക്കണം എന്ന്. അതുകൊണ്ട് തന്നെ അവരാണ് അത് ആദ്യമായി സ്വീകരിക്കേണ്ടത്. ഇസ്ലാം പൊരുത്തപ്പെടാത്ത പല കോലങ്ങളും, സൈഡ് കെട്ടു മുടി വെട്ടിക്കൊണ്ട്, അതേപോലെ തന്നെ താടി വടിച്ചുകൊണ്ട് ഒക്കെ പല ഇമാമികളും പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു. അത് വളരെ ഖേദകരമാണ്. ഒരു നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതുണ്ട്. മാത്രമല്ല വൈഫ ഹദീസുകൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 1-2 ഉദാഹരണങ്ങളിലൂടെ അക്കാര്യം ഇൻഷാ അല്ലാഹ് ഞാൻ തെളിയിച്ചു തരികയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. ഞാൻ അതിനു മുമ്പ് ഓതി വെച്ച ആയത്തിൻ്റെ അർത്ഥം പറഞ്ഞുകൊണ്ട് വിഷയത്തിലേക്ക് നമുക്ക് വരാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
വമൻ അറാദൽ ആഖിറത, വല്ലവനും പരലോകത്തെ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, അതായത് പരലോക ജീവിതത്തിൽ സ്വർഗം കിട്ടണം എന്ന വിശ്വാസം, നരകം രക്ഷ വേണം എന്ന് ആരെങ്കിലും ഉദ്ദേശിക്കുന്നെങ്കിൽ വസആലഹ സഅയഹ, അതിന് അതിൻ്റേതായ പരിശ്രമം ചെയ്യേണ്ടതുണ്ട്. എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പറ്റൂല. അത് നബി സാഹിബ് ജീവിച്ച മാർഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു വഹി മുഖേന അറിയിച്ചു കൊടുത്തുള്ളത്. അപ്പോൾ ആ നടപടി കർമ്മങ്ങളായിരിക്കണം അതിൻ്റെ പരിശ്രമങ്ങൾ. മുഅ്മിനും, അതോട് മുഅ്മിനുമായിരിക്കും, സത്യവിശ്വാസിയായിരിക്കണം. അപ്പോൾ സത്യവിശ്വാസി ആയിക്കൊണ്ട് അതിൻ്റേതായ പരിശ്രമങ്ങൾ, ഇസ്ലാമിൻ്റെ നടപടിക്രമങ്ങളായിരിക്കണം ജീവിതത്തിൽ പാർട്ടുമാക്കേണ്ടത്, പറയേണ്ടത്. അതിൽ പറയാത്ത കാര്യങ്ങൾ, വൈഫായ ഹദീസുകളൊക്കെ ഒന്നും അതിൽ പെട്ടതല്ലോ. കളവായ ഹദീസുകൾ, വൈഫായ ഹദീസുകളൊന്നും അതിൽപ്പെട്ടതല്ല. അതേപോലെ തന്നെ വസ്ത്രധാരണകൾ, അതേപോലെ തലമുടികൾ, താടി വടിച്ചുകൊണ്ടുള്ള രൂപം, ഇതൊന്നും ഇസ്ലാമികമല്ല. അപ്പോൾ മൊത്തത്തിൽ നബി സാഹിബ് ജീവിച്ച മാർഗം എല്ലാ ഭാഗത്തും നാം പരിശോധിക്കേണ്ടതുണ്ട്. ഈ നബി സാഹിബ് എങ്ങനെയായിരുന്നു തലമുടി വെച്ചിരുന്നത്, എങ്ങനെയായിരുന്നു താടി മീശയൊക്കെ വെച്ചിരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയേണ്ടായി, ഔഫുൽ ലഹിയ വഹ്ഫു ശവാരിബ, ധാരാളം കാര്യങ്ങളുണ്ട്. താടി വളർത്തുവാനും മീശ വെട്ടിച്ചെടുക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പല സന്ദർഭങ്ങളിലും വ്യത്യസ്ത രൂപത്തിലൂടെ ഈ സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. അവിടുത്തെ വേഷവിധാനവും അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഖതീബന്മാരുടെ വേഷവിധാനവും താടി വളർത്തിക്കൊണ്ട് മീശ വെട്ടിക്കൊണ്ടായിരിക്കണം. താടി വടിച്ചുകൊണ്ട് മീശ വെച്ചുകൊണ്ട് അയക്കരുത് എന്ന് ചുരുക്കം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയേണ്ടതായി, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ആര് ഏത് സമുദായത്തോട് സാദൃശ്യപ്പെട്ടുവോ അവൻ അതിൽപ്പെട്ടതാവുന്നു. അപ്പോൾ ജൂത ക്രിസ്ത്യാനിയുടെ സ്വഭാവമാണ് താടി വടിക്കുക, മീശ വളർത്തുക എന്നത്. അക്കാര്യം ഹദീസുകൾ പരിശോധിച്ചു നോക്കിയാൽ നമുക്കറിയാം. അപ്പോൾ ആ സമ്പ്രദായം നമ്മൾ എന്ത് ചെയ്തുകൂടാ, സ്വീകരിച്ചുകൂടാ. സ്വീകരിച്ചാൽ അത് എന്താകുന്നു, അവൻ ഇസ്ലാമിന് പുറത്തു പോകും. അതേപോലെ തന്നെ മറ്റൊരു വേഷമാണ് സൈഡ് കട്ട്. അതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഹദീസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഖസാഇ എന്നാണ് അതിന് ആ സൈഡ് കട്ടിന് പറയാം. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ബാർബർ ഷോപ്പിൽ പോയി നോക്കിയാൽ ആ ചിത്രങ്ങൾ കാണാം. സൈഡ് കട്ട് ചെയ്യുക, മുടി എല്ലാ ഭാഗം ഒരേപോലത്തെ കട്ട് ചെയ്യാതെ പല കോലത്തിൽ ഫോട്ടോ ഞാൻ ഇട്ടിട്ടുണ്ട്, പരിശോധിച്ചാൽ കാണാം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. ഹദീസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അൽ ഖസാഇ, അതെന്ത് ചെയ്തിരിക്കുന്നു, അത് വിരോധിച്ചിട്ടുണ്ട്. അതായത് ചോദിക്കപ്പെട്ടു, എന്താണ് ഖസാഇ? അൻ യഹ്ലിഖ ബഅദ റഅസ് സവി വയത്റക് ബഅദഹു, അതായത് കുറച്ച് എന്ത് ചെയ്യാവുക, വെട്ടുക, കുറച്ച് അവിടെ നിർത്തുക, മുടിയിൽ തലമുടിയിൽ നിന്ന് വ്യത്യസ്ത രൂപത്തിലാവാം. ആ കുട്ടികൾക്ക് പോലും എന്താവുന്നു, അത് വിരോധിച്ചിരിക്കുന്നു. കാരണം ഒരാൾ വളർന്നു വരേണ്ടവർ കുട്ടിക്കാലത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു, കുട്ടികൾക്ക് പോലും വിരോധിച്ചു. ഇനി വലിയൊരു കാര്യം പറയേണ്ടതുണ്ടോ? മുത്തഫഖുൻ അലൈഹി ഹദീസുമാണത്. അതുകൊണ്ട് തന്നെ നമ്മളെ പ്രബോധകന്മാർ അവരുടെ വസ്ത്രത്തിലും അതേപോലെ തന്നെ അവരുടെ തലമുടികളിലും താടി ഒക്കെ തന്നെ പൂർണ്ണമായും ഇസ്ലാമികമായി കൊണ്ടാക്കണം, ആവേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ ജംഅത്തുൽ ഉലമ
അവർക്ക് നിർദ്ദേശം നൽകേണ്ടതുണ്ട്. അല്ലാത്തൊരു കോലത്തിൽ അമുസ്ലിങ്ങളുടെ കോലത്തിൽ, ജൂതന്മാരുടെ കോലത്തിൽ, ക്രിസ്ത്യാനികളുടെ കോലത്തിൽ എന്തോ പറഞ്ഞുകൂടാ, അവിടെ വസ്ത്രമോ വേഷവിധാനമോ സ്വീകരിച്ചുകൊണ്ട് മെമ്പറിൽ അത് പറഞ്ഞുകൂടാ. അതുകൊണ്ട് അക്കാര്യം ജംഇയ്യത്തുൽമിയോടാണ് എനിക്ക് പറയാനുള്ളത്. ഞാനൊരു KNM മെമ്പറാണ്, മുതൽമാൽ ശാഖ. ഔദ്യോഗികമായി തന്നെ പറയട്ടെ, ഇത് ശരിയല്ല. അത് മാത്രമല്ല, എന്താണ് പറയേണ്ടത് എന്നുകൂടിയുള്ള നിർദ്ദേശം അവർക്ക് നൽകേണ്ടതില്ല. കാരണം അത്രക്കാർ വന്നുകൊണ്ട് വൈഫായ ഹദീസുകൾ പറഞ്ഞ് കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം ഞാൻ ഇൻഷാ അല്ലാഹ് പിന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, വമൻ അറാദൽ ആഖിറത, വല്ലവൻ ആഖിറത്തെ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, പരലോക ജീവിതത്തെ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, വസഅലഹ സഅയ, അതിൻ്റേതായ പരിശ്രമിക്കുകയും ചെയ്താൽ, മുഅ്മിൻ, ആ മുഅ്മിനായിക്കൊണ്ട്, ആ സത്യവിശ്വാസിയായിക്കൊണ്ട് നബി സാഹിബത്ത് ചോദിച്ച മാർഗം എന്ത് ചെയ്യുക, ഇത് പാർത്യമാക്കി മാർഗങ്ങളായിരിക്കുകയാണെങ്കിൽ, ഫൗലായിക്ക, കൂട്ടരുടെ പരിശ്രമം കാന സഅയൻ മസ്കൂറ, മസ്കൂറ, അവിടെ പരിശ്രമം, അവിടെ പ്രവർത്തനങ്ങൾ നന്ദിപൂർവ്വം സ്വീകരിക്കപ്പെടുന്നതാണ്. ഇല്ലെങ്കിലോ നന്ദിപൂർവ്വം സ്വീകരിക്കപ്പെടില്ല. അപ്പോൾ മുഅ്മിനാണോ അല്ലേ നമുക്കറിയില്ല. പക്ഷെ ബാഹ്യമായി കൊണ്ട് ഉള്ള വേഷവിധാരണങ്ങൾ അമുസ്ലിമുകളാണ് എന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി ഇക്കാര്യം ജംഇയ്യത്തുൽ ഉലമ ആർക്ക് നിർദ്ദേശം കൊടുക്കണം? KNM സെക്രട്ടറി പ്രസിഡന്റ് നിർദ്ദേശം കൊടുക്കണം. അത് നിങ്ങളെ ബാധ്യതയാവുന്നു, ജംഇയ്യത്തുൽ ഉലമയുടെ ബാധ്യതയാവുന്നു എന്ന് അറിയിക്കുന്നു. അതോടുകൂടി ഈ വൈഫായ ഹദീസുകൾ പ്രചരിപ്പിക്കുന്ന കാര്യത്തിലും ഒരു നിയന്ത്രണം വേണം. അഴിച്ചു വിടരുത്. ആരെ? ഈ ഖതീബന്മാരെ. എന്താ പറയേണ്ടത് എന്നുള്ളതിന് ഈ ആഴ്ച എന്താണ് പറയേണ്ടത്? ആയത്തും ഹദീസുകളും, സ്വഹീഹ് ആയത്തും ഹദീസുകളും ജംഇയ്യത്തുൽ ഉലമ എന്ത് ചെയ്യണം? വാഹിദീൻ എനിക്ക് അയച്ചു കൊടുക്കണം. അവരെന്ത് ചെയ്തോളും? പോഷക സംഘടനകൾ അയച്ചു കൊടുത്തോളും. നിയന്ത്രണം അത് പെടാത്ത് പറയണ്ട, ഖുർആൻ ഹദീസ് അല്ലാത്ത പറയണ്ട. അതുകൊണ്ട് ഇല്ല എങ്കിൽ ലൈഫായ ഹദീസുകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഇവിടെ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്, പല അപകടങ്ങളും ഉണ്ടാകുന്നുണ്ട്. പല കക്ഷികളും അങ്ങനെയാണ് ഇവിടെ രംഗത്ത് വന്നിട്ടുള്ളതെന്ന കാര്യം ഉണർത്തുകയാണ് ജംഇയ്യത്തുൽ ഉലമയോട്. അപ്പോൾ ഒരു ഹദീസ് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അഊദുബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതായത് ഈ അടുത്ത പലപ്പോഴേക്ക് കേട്ടുവരുന്നതാണ് ഒരു ഹദീസ്, പലരും കേട്ടിട്ടുണ്ടാവും. പക്ഷെ ആ ഹദീസ് എന്തല്ല, സ്വഹീഹല്ല എന്നുള്ളത് കാര്യം കൂടി നമുക്ക് പറയേണ്ടതുണ്ട്. ആദ്യം ഹദീസ് പറയാം. ഏതാണ് ഹദീസ്? عن أنس بن مالك رضي الله عنه أن رسول الله صلى الله عليه وسلم قال, നബി സ്വല്ലല്ലാഹു പറഞ്ഞായി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, മൻ സ്വല്ലൽ ഫജ്ർ, ആരെങ്കിലും ഫജ്ർ നമസ്കരിച്ചു, ഫി ജമാഅത്തായിക്കൊണ്ട്, പള്ളിയിൽ വെച്ചുകൊണ്ട് ആരെങ്കിലും ഫജ്ർ നമസ്കരിച്ചു മനസ്സിലാക്കുക. സുമ്മ ഖഅദ, പിന്നീട് ഇരുന്നു, യദ്കുറുല്ലാഹ, അള്ളാഹുവിനെ ദിക്ർ ചൊല്ലിക്കൊണ്ട്, ഹത്താ തത്ലഅ ശംസു, സൂര്യൻ ഉദിക്കുന്നവരെ. സുമ്മ സ്വല്ലാ റകഅതൈനി, പിന്നീട് 2 റകഅത്ത് നമസ്കരിച്ചു എങ്കിൽ കാനത് ലഹു കഅജ്രി ഹജ്ജതൻ ഉംറതൻ, എങ്കിൽ അവന് ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം ഉണ്ട്. എന്നിട്ടോ താമത്തൻ 3 പ്രാവശ്യം, പൂർണ്ണമായും. ഈ ഹദീസ് എന്തല്ല, ഇത് അഖ്റജ, ഈ ഹദീസ് സ്വഹീഹല്ല. കാരണം ചില ആളുകൾ സ്വഹീഹാണ് എന്ന് പിന്നീടുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടെങ്കിൽ കൂടിയിട്ട് അത് യഥാർത്ഥത്തിൽ അതെന്താവുന്നു, ഹസനോ ഗരീബുമാണ്. എന്നാരാണ്? ആ പണ്ഡിതന്മാർക്കൊക്കെ വിവരമുള്ള അദ്കാറിൽ തിർമിദിയാണ് ഹദീസ് ചെയ്യുന്നത്, റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം തന്നെ എന്താ റിപ്പോർട്ട് ചെയ്യുന്നത്? ഹസനാണ്, ഗരീബാണ്. സ്വഹീഹ് എന്ന് അദ്ദേഹം എന്ത് ചെയ്തില്ല, എഴുതിയില്ല. പിന്നെ ആരാണ് സ്വഹീഹ് എന്ന് പറഞ്ഞത്? ചില ഗ്രന്ഥങ്ങളിലൊക്കെ സഹിയാണെന്ന് കാണാം. അൽബാനി റഹ്മത്തുള്ളാഹി സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അൽബാനി ഈ അടുത്ത കാലത്ത് പണ്ഡിതനാണല്ലോ.
മുൻകാല പണ്ഡിതന്മാർ എന്താണ് ഇതിനെ സംബന്ധിച്ച് പറഞ്ഞത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടല്ലോ. അത് സഹീഹല്ല. ആ സഹീഹ് അല്ലാത്തത് കൊണ്ടാണ് ഹസന് ഗരീബ് എന്ന് പേര് കിട്ടിയത്. ഹസനാണ് ഗരീബാണ്. അത് നമ്മൾ എന്താണ് ഹസന് എന്താണ് ഗരീബ്? സഹീഹിൻ്റെ അടുത്തേക്ക് എത്താത്തതാണ് ഹസന് ഗരീബ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു ഹദീത്ത് സഹീഹ് മുസ്ലിമോ സഹീഹ് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീത്തല്ല, തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീത്താണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ആ ഹദീത്ത് അവിടെ മാറ്റി വെക്കുക. എന്നിട്ടിപ്പോൾ ഹജ്ജും മുറയും ചെയ്ത് കൂലി കിട്ടണമല്ലോ നമുക്കിനി എന്താ മാർഗം? ഹജ്ജിന് പോകാതെ ധാരാളം മാർഗങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിന് മറ്റൊരു ഹദീത്ത് സഹീഹ് മുസ്ലിമിലുള്ള ഹദീത്ത് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ്. ഒരു ആദ്യം ഇസ്ലാമിൽ എൻ്റെ പ്രാരംഭകാലത്ത് മക്കയിൽ വന്ന് ഇസ്ലാം സ്വീകരിച്ച അംറു ബിൻ അബ്സ സാഹിബിൻ്റെ പേരാണ്. വളരെയധികം തുടക്കത്തിൽ ആ ചരിത്രത്തിലേക്കും പോകുന്നില്ല, സുദീർഘമായ ഹദീസ് സഹീഹ് മുസ്ലിമിൽ കാണാം. താല്പര്യമുള്ള എന്തെങ്കിലും പോവുക, അത് പോയി പഠിക്കാം. ആ ഹദീസിൻ്റെ അവസാന ഭാഗത്ത് അദ്ദേഹം മരണമാസന്നമായ സന്ദർഭത്തിൽ ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഹദീസ് നമ്മൾ പറയാൻ പോകുന്നത് ആ ഹദീസാണ് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിൻ്റെ അവസാന ഭാഗം. അതായത് ചുരുക്കത്തിൽ പറയുകയാണ്, നമുക്ക് ദിവസങ്ങളോളം ചർച്ച ചെയ്യാനുള്ള വിഷയങ്ങൾ ആ ഹദീസിലുള്ളതുകൊണ്ട് അതിന് മത്തിനെ സഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണല്ലോ. അതിൽ നമുക്ക് എന്ത് വേണം? ഹജ്ജും അംറയും ചെയ്ത് കൂലി കിട്ടും വേണം. നമ്മൾ എന്താണ് വേണ്ടത്? അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിലൂടെ വുളു ചെയ്യുക. പിന്നീട് എന്ത് ചെയ്യുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ കൂടി തന്നെ 2 കാലത്ത് നമസ്കരിക്കുക. ഒരു ഷർത്തും പറഞ്ഞില്ല, സുബഹി ജമാഅത്ത് നമസ്കരിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു ഷർത്തും പറഞ്ഞിട്ടില്ല. എന്താ ഷർത്ത് പറഞ്ഞിട്ടുള്ളൂ? അവിടെയാണ് നമ്മൾ അടിവരയിട്ടേണ്ടത്. 2 ഷർത്തുകൾ: 1, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന പോലെ വുളു ചെയ്യുക. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ നമസ്കാരത്തിൽ പ്രവേശിക്കുക. ഫറഗ ഖൽബുഹു ലില്ലാഹ്, അവിടെയാണ് നമ്മൾ അടിവരയിട്ട് കൊടുക്കുക. അത് ഇപ്പോൾ മാത്രമല്ല, എപ്പോഴും വേണം. എല്ലാ ചിന്തകളിൽ നിന്നും ഒഴിവായി ചിന്തയെ മുഴുവൻ അള്ളാഹുവിലേക്ക് എന്ത് ചെയ്യുക? സമർപ്പിക്കുക, മുറിഞ്ഞെടുക്കുക. നമസ്കാരം പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാം എന്ത് ചെയ്യണം? ഔഹികമായ ചിന്തകൾ ഒഴിഞ്ഞുകൊണ്ട് അള്ളാഹു മനസ്സിൽ കണ്ടുകൊണ്ട് ആയിരിക്കണം ഫാത്തിഹ ഓതേണ്ടത്. അള്ളാഹു നമ്മൾ ഫാത്തിഹയ്ക്ക് മറുപടി അറിയുന്നുണ്ട്. ആ കേട്ടുകൊണ്ട് ദിക്ർ, ദുആകൾ, തസ്ബീഹുകളൊക്കെ തന്നെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് നാം സംസാരിച്ചു കൊണ്ട് അതിനോട് സംഭാഷണം നടത്തുന്ന രൂപത്തിലൂടെ ആയിരിക്കുക നമസ്കാരം. എങ്കിൽ അവൻ്റെ പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെടും. ഇതുപോലെയാവും അങ്ങനെ ഹജ്ജും മുഴുവൻ ചെയ്താലുണ്ടാവുന്ന പ്രതിഫലം. അതെന്തായിരുന്നു? ഹജ്ജും ചെയ്താലുള്ള പ്രതിഫലം നമ്മ വെച്ച കുഞ്ഞിനെ പോലെ ശുദ്ധീകരിക്കും, പാപങ്ങൾ ഇല്ലാതെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്നുള്ളതാണ്. അപ്പം എല്ലാ നസ്റഫ മിൻ ഖതിയതിഹി കഹൈഅതിഹി യൗമ വലദതുഹു. അങ്ങനെ ഈ അദ്ദേഹം മരണസമയം ആയപ്പോഴാണ് ഈ കാര്യം പറയുന്നത്. അപ്പോൾ കുറച്ച് സമയം, അധികം സമയമൊന്നും വേണ്ടില്ല. അപ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹിബിയാണ്. ആ സാഹിബിൻ്റെ പേര് ആ സാഹിബിയുടെ പേര് അബാ ഉമർ. അദ്ദേഹം പറയാണ്, സാഹിബിൻ്റെ പേര് കാര്യം പറയുന്നത് എന്താണ്? അംറു ബിൻ അബ്സ. സാഹിബിൻ്റെ പേര് അബാ ഉമാമയാണ് റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്. അദ്ദേഹമാണ് കേൾക്കുന്നത്. അപ്പം അദ്ദേഹം പറയുകയാണ്, കുറഞ്ഞ സമയം കൊണ്ട് ചുരുക്കുകയാണ് കേട്ടോ, ഇത്രയും അധികം പ്രതിഫലമോ ഒരൊറ്റ മഖാമിൽ നിന്നുകൊണ്ട് അംറു ബിൻ അബ്സ ഒന്നുറേ നീ ശ്രദ്ധിക്ക്, നോക്ക്, ചിന്തിക്ക്. ആ തഖൂലു, എന്തായി പറയേണ്ടത്? താങ്കൾ സാഹിബാരാണല്ലോ, അവർ എന്തായി പറയേണ്ടത്? ഫി മഖാമി വാഹിദിൻ, ഒരൊറ്റ മഖാമിൽ, ഒരൊറ്റ സന്ദർഭം കൊണ്ട്
ഇതെല്ലാം ഒറ്റ സമയം കൊണ്ട് ലഭിക്കുമെന്നോ ഈ പറയുന്നത്? ഒരു രണ്ടോ നിമിഷം മുഴുവൻ ചെയ്ത പോലെ മുഴുവൻ ചെയ്യുക, പിന്നീട് രണ്ടൊക്കെ നമസ്കരിക്കുക എങ്കിൽ ഒരു സമയം കണക്കാക്കുക. നമ്മൾ ഇത്ര കുറഞ്ഞ സമയം കൊണ്ട് ഇത്ര വലിയ പ്രതിഫലമോ എന്നർത്ഥം. അപ്പോഴേ മറുപടി ആര് പറയുന്നു? ഫകാല സഹി മുസ്ലിം റിപ്പോർട്ട് ഞാൻ കേട്ടോ. യാബാവുമ്മേ അവർ സാഹിബിമാരാണല്ലോ. ലഖത് തീർച്ചയായും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം പറയണേ, ലഖത് കെബിറത്ത് സിന്നീൻ, എൻ്റെ വയസ്സ് വാർദ്ധക്യമായിട്ടുണ്ട്, എല്ലുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നുറുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, വയസ്സ് ആധിക്യത്തിലാണ്, മരണം ആസന്നമായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്താണ് ആവശ്യം? എനിക്കെന്താണ് ഒരാവശ്യമില്ല. എന്താ? അള്ളാഹുവിൻ്റെ പേരിലോ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ പേരിലോ കളവ് പറയേണ്ട ആവശ്യം എനിക്കെന്താ? പക്ഷെ ഒരു സത്യം പറയാതെ ഇരിക്കുക, മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറ്റമായി പോവുമല്ലോ എന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യം പറയുന്നത്. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഒന്നല്ല രണ്ടല്ല മൂന്നല്ല 7 പരം പ്രാവശ്യം ഇത് കേട്ടില്ലായിരുന്നെങ്കിൽ ഞാനിത് പറയുമായിരുന്നില്ല എന്നാണ് അദ്ദേഹം ആ സാഹിബിയെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പറയുന്നത്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, പറഞ്ഞു വന്നത്, ഇത് സ്വഹീഹാണ്, സഹീൽ മുസ്ലിമുള്ള ഹദീസാണ്. ആദ്യത്തേതോ ഹസനാണ്, ഗരീബാണ്. അപ്പം സ്വഹീഹായ ഹദീസ് നമ്മളിൽ ഉണ്ടായിരിക്കെ എന്തിനാണ് ഈ പ്രയാസകരമായൊരവസ്ഥ? സുബ്ഹി ജമാഅത്ത് നമസ്കരിക്കുക, സൂര്യൻ ഉദിക്കുന്നവരെ പള്ളിയിൽ ദിക്ർ ദുആകൾ ചൊല്ലിയിരിക്കുക, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്, നമ്മൾ എതിർക്കണ്ട. പക്ഷേ ഹജ്ജും ഉംറയും കൂലി കിട്ടും എന്നുള്ള തെറ്റായ ഒരു നിയ്യത്ത് സ്വഹീ അല്ലാത്തിന് അല്ലല്ലോ ഹദീസ്, ഹസന ഗരീബാണല്ലോ. നമ്മൾ വെച്ചുകൂടാ, നമുക്ക് മനസ്സിലുണ്ടായിക്കൂടാ. നമ്മൾ കർമ്മങ്ങൾ ചെയ്യേണ്ടത് ഇന്നമൽ അഅ്മാൽ ബിന്നിയാത്ത്, നിയ്യത്തുകൾ കൊണ്ടാണ്. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചൊല്ലി പറയേണ്ടതുമില്ല, അതും മനസ്സിലാക്കേണ്ടതിട്ട്. നിയ്യത്തുകൾ കാത്തിനാട്ടെ, നോമ്പിനാട്ടെ, ഞാൻ ആ നോമ്പ് വെക്കുകയാണെന്നോ, ഞാൻ നിസ്കരിക്കുകയാണെന്നോ, ഫറളാണെന്നോ സുന്നത്താണെന്നോ, ഇതൊന്നും നമ്മൾ ചൊല്ലി പറയേണ്ട ആവശ്യമില്ല. നമ്മൾ തക്ബീർ ഇഹ്റാം നമസ്കാരമാകുമ്പോൾ അല്ലാഹു അക്ബർ, അതാണ് നമ്മൾ ചൊല്ലിക്കൊണ്ട് നമസ്കാരത്തിൽ പ്രവേശിക്കേണ്ടത്. ചൊല്ലി പറഞ്ഞുകൊണ്ട് നമ്മൾ നിസ്കരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ചൊല്ലി പറഞ്ഞുകൊണ്ട് നിസ്കരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ബിദഅത്താകും. ഷർറുൽ ഉമൂർ, അതിന് ഷർറായ കാര്യമാകും. ഇന്ന് സാഹിബത്തും പഠിപ്പിക്കാത്ത കാര്യമാകും. അതാണുള്ള ബിദഅത്തുകൾ. അത് നമ്മൾ ചെയ്തുകൂടാ. ഓരോ ബിദഅത്ത് ചെയ്യുമ്പോൾ അത് ഓരോ ഹറാമായി ഗണിക്കപ്പെടും. നബി സാഹിബ് പഠിപ്പിക്കാത്ത ഓരോ വാക്കുകൾ പറയുമ്പോൾ അത് ഓരോ ഹറാമായി. സല്ലി ലില്ലാഹി തആല ഇങ്ങനെയൊക്കെ ചൊല്ലി പറഞ്ഞുകൊണ്ട് ഏതൊരു ആശയാണോ, എത്രയാണ്, അതാണ് മുന്നിട്ടായി നിസ്കരിക്കുന്നു ചൊല്ലി പറഞ്ഞുള്ള ആ നിയ്യത്ത് അതെന്താവുന്നു? നബി സാഹിബ് പഠിപ്പിക്കാതാകുന്നു, ഹറാമാകുന്നു. എന്താ പറയേണ്ടത്? അല്ലാഹു അക്ബർ, അത്രേ പറയണ്ടു. ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? മനസ്സിൽ ഓർത്തുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിക്കൊണ്ടാണ് നിസ്കാരത്തിൽ പ്രവേശിക്കേണ്ടത്. അതേപോലെ നോമ്പും ഇത്തരത്തിൽ നിയ്യത്തുകളും ചൊല്ലിപ്പറയാൽ എന്തല്ല, പാടുള്ളതല്ല, ഹറാമാണ് എന്ന് മനസ്സിൽ കരുതിയാൽ മാത്രം മതി. അത്താഴം വയ്ക്കുക, ഒരു കാരയ്ക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട വെള്ളം കുടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മനസ്സിൽ കരുതുക, എന്നാണ് നോമ്പ് കാണുക. ആ നെയ്യത്ത് മനസ്സിലുണ്ടായിരിക്കുക. എല്ലാ അമലും നെയ്യത്ത് വേണം, ആ മനസ്സിലാണ് നെയ്യത്ത് ഉണ്ടാവേണ്ടത്. ഹജ്ജിനും നമ്മൾക്ക് മാത്രമാണ് എന്ത് ചൊല്ലിപ്പറയൽ സുന്നത്ത് ഉള്ളത്, അല്ല അതും ഫർദില്ല. മനസ്സിൽ കരുതി ഹറാം പ്രവേശിക്കേണ്ട മനസ്സിലാണ് കരുതിയാൽ മതി. എല്ലാ അമലുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റ് എല്ലാ അമലുകളും അങ്ങനെ തന്നെയാണ്. നിയ്യത്ത് ചൊല്ലി പറയേണ്ടത് ഇല്ല, പ്രത്യേകം അത് മാത്രം ഹജ്ജിന് നമ്മൾക്ക് മാത്രം ചൊല്ലിപ്പറൽ സുന്നത്ത്. ബാക്കിയുള്ള എല്ലാ കർമ്മങ്ങളും ഇന്നത്തെ എന്താവുന്നു? ബിദഅത്താണ്, വലാത്താണ് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ വിശദമായി മനസ്സിലാക്കണം, പഠിക്കണം, പഠിപ്പിച്ചു കൊടുക്കണം മറ്റുള്ളവർക്ക്. ഇനിയും ധാരാളമായി കാര്യങ്ങൾ ഈ വിഷയ സംബന്ധമായി എനിക്ക് പറയാനുണ്ട്. പക്ഷേ സമയം വൈകിയ കാരണത്താൽ കൂടുതൽ ബുദ്ധിമുട്ടാവും ആളുകൾക്ക് കേൾക്കാൻ എന്ന് കണക്കാക്കിക്കൊണ്ട് നിർത്തുകയാണ്. ഇത്തരം കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും മറ്റുള്ളവർ പഠിപ്പിച്ചു കൊടുക്കുവാനും അല്ലാഹു നിയമഫർക്കും തൗഫീഖുമാറട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്
ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة في الآخرة حسنة وقنا عذاب النار اللهم إنا نسألك من خير ما سألك نبيك محمد صلى الله عليه وسلم ونعوذ بك من شر ما استعاذ منه نبيك محمد صلى الله عليه وسلم أنت المستعان وإليك البلاغ لا حول ولا قوة إلا بالله ربنا تقبل منا دعانا إنك أنت السميع العليم وآخر دعوانا أن الحمد لله رب العالمين അല്ലാഹുവേ പ്രയാസങ്ങൾ നിരക്കുന്ന ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ ധാരാളമായി ഉണ്ട് രോഗികളായി കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നവരുണ്ട് വീടുകളിലുണ്ട് ആശുപത്രികളിലുണ്ട് പലരും ഞങ്ങൾ ദുആക്ക് വസീയത്ത് ചെയ്തവരുണ്ട് ഞങ്ങൾക്കും അടുത്ത ബന്ധുക്കാർക്കും ഞങ്ങൾ വിട്ടു പോയവർക്കും യാത്ര പോയവർക്കും തിരിച്ചു വരേണ്ടതൊക്കെ തന്നെ പ്രയാസം ഞെരുക്കുന്നുണ്ട് ഇതെല്ലാം എനിക്കറിയാൻ തമ്പുരാനെ ഞങ്ങൾ ഓരോരുത്തരും പ്രയാസം ഞെരുക്കളിൽ നിന്നും ഞങ്ങൾക്ക് ഈ ലോകത്തും അതേപോലെ പരലോകത്തും തുറിവ് നൽകുകയാണമേ തമ്പുരാനെ ഞങ്ങൾ ഇന്നോടെല്ലാം മറ്റാരും ദുആ ചെയ്യുന്നില്ല ഞങ്ങൾ ദുആ സ്വീകരിക്കണമേ ربنا تقبل منا دعانا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك والسلام عليكم ورحمة الله